പുലർച്ചെ 6 മണിയോടെയാണ് ഈ സുരേന്ദ്രൻ ഇരിങ്ങാലക്കുട സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. അടുത്ത കാലത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രനെ ഇവിടെ പാർപ്പിച്ചത്. താൻ രോഗിയാണെന്ന് വരുത്തി തീരുകയും ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് രക്ഷപ്പെടുകയാണുണ്ടായത്. 7ഓളം കേസുകളിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത കാലത്ത് ഇരിങ്ങാലക്കുട പ്രദേശത്ത് മൊത്തം ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സുരേന്ദ്രൻ അറസ്റ്റിലായത്. സുരേന്ദ്രനോട് രക്ഷപ്പെട്ടതിന് ശേഷം മുളങ്ങിലുള്ള ഒരു വീട്ടിൽ എത്തുകയും അവിടെ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുകയും പിന്നീട് ആമ്പലൂരെത്തി അവിടെ നിന്ന് ശക്തൻ സ്റ്റാൻഡ് വരെ എത്തി ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പാലക്കാടേക്ക് പോവുകയും പാലക്കാട് നിന്ന് കോയമ്പത്തൂരെത്തുകയാണ് ചെയ്തത്. കോയമ്പത്തൂരെത്തിയ സുരേന്ദ്രനെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് പിന്നീട് മേട്ടുപ്പാളയത്തും ഊട്ടിക്ക് പോകാനൊരു ശ്രമം നടത്തുകയും അവിടെ എത്തിയ സുരേന്ദ്രൻ പഴയ ഒരു സുഹൃത്തിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റി പിന്നീട് സത്യമംഗലത്തേക്ക് പോവുകയാണ്. സത്യമംഗലത്ത് ഒരു അമ്പലത്തിൽ കഴിച്ചുകൂട്ടുകയും ഒരു ചെറിയ പൂജാരി വേഷമൊക്കെ ആയിട്ട് നിൽക്കുകയും തുടർന്ന് പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയോ വിവരം കിട്ടിയ സംശയിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായി ട്രിച്ചിക്ക് പോകുന്ന സമയത്താണ്, ട്രിച്ചി ബസ്സിന് കയറുന്ന സമയത്താണ് സത്യമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത വേളയിൽ താനല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുകയുണ്ടായി. എങ്കിലും സുരേന്ദ്രൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ശ്രമം വിജയിച്ചില്ല. ആദ്യം സുരേന്ദ്രൻ ഞങ്ങളോട് തമിഴിലാണ് സംസാരിച്ചത്, ഞാനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. തുടർന്ന് നാട്ടുകാർ ഞങ്ങൾക്ക് ചുറ്റും കൂടിയപ്പോൾ ഞങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും കേരള പോലീസാണെന്നും ഇന്ന കേസിലെ പ്രതിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. 5 മണി. പ്രധാന ഒരു ഇതായിട്ട് മാറിയത് എന്താണ്? അല്ല, അടുത്ത കാലത്ത് ഇത് വളരെ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണ് പൊറത്തുശ്ശേരി പഞ്ചായത്ത്. അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ എത്രമാത്രം ഭീതിയിലായിരുന്നത്. കാരണം 2 വർഷത്തോളം പൊറത്തുശ്ശേരിയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ സംഭവമാണ് മറിയം മർഡർ. പുറത്ത് ചാടിയെന്നറിഞ്ഞ സാഹചര്യത്തിൽ പലരും ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും ഈവൻ വിദേശത്തുള്ള മക്കൾ പോലും സ്വന്തം അമ്മമാരുടെ നാട്ടിലുള്ള പൊറത്തുശ്ശേരി പ്രദേശത്തുള്ള അമ്മമാരുള്ള വിദേശത്ത് ജോലിയുള്ള മറ്റും പലരും നമ്മൾ നേരിട്ട് ഫോണിൽ വിളിക്കുകയും അവരുടെ ആശങ്ക അറിയിക്കുകയും എല്ലാം ചെയ്തു. സ്വാഭാവികമായിട്ട് തന്നോടുള്ള ഒരു പോലീസിന്റെ പ്രതികരണം മാത്രമാണ് പെട്ടെന്നുണ്ടാകുകയാണ്.